അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തിബ്ബിൽ ഖുലൂബ് സഹായ സംഘം നിലമേൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും മർഹബ മർഹബ മർഹബ. പ്രിയമുള്ളവരെ, ഇന്ന് ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് പരിശുദ്ധമായ ഖുർആനിലെ 2-ാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയിലെ 187-ാമത്തെ ആയത്താണ്. ഒരൊറ്റ ആയത്താണ് ഇന്നിവിടെ വിശദീകരിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഹില്ല ലക്കും ലൈലത്തസ് സിയാമി റഫദു ഇലാ നിസാഇകും ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുന്ന അലിമല്ലാഹു അന്നകും കുൻതും തഖ്താനൂന അൻഫുസകും ഫതാബ അലൈക്കും വഅഫാ അൻകും ഫഅൽആന ബാശിറൂഹുന്ന വബ്തഗൂ മാ കതബല്ലാഹു ലക്കും വകുലൂ വശ്റബൂ ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബ്യദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്ർ ثم أتموا الصيام إلى الليل ولا تباشروهن وأنتم عاكفون بالمساجد تلك حدود الله فلا تقربوها كذلك يبين الله آياته للناس لعلهم يتقون. صدق الله العظيم. റഹ്മുറാഹിമായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവേ, സകല പാപങ്ങളും നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനേ. അല്ലാഹുവേ, ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ്സ് നീ ഞങ്ങൾക്കെല്ലാവർക്കും നസീബാക്കണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും നീ ഞങ്ങളെ എല്ലാവരെയും വിജയിപ്പിക്കണേ റഹ്മാനേ. സ്വർഗം നീ ഞങ്ങൾക്കെല്ലാവർക്കും നിർബന്ധമാക്കി തരണേ അല്ലാഹ്. നരകം നീ ഞങ്ങൾക്കെല്ലാവർക്കും ഹറാമാക്കി തരണേ അല്ലാഹ്. ആയത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഹില്ല ലക്കും ലൈലത്തസ് സിയാമി റഫദു ഇലാ നിസാഇകും. നോമ്പിൻ്റെ രാത്രിയിൽ, നോമ്പിനെ സംബന്ധിച്ചാണ്, നോമ്പിൻ്റെ രാത്രിയിൽ നിങ്ങളുടെ ഭാര്യമാരുമായി സഹവസിക്കുവാൻ നിങ്ങളെ ഇതാ അനുവദിച്ചിരിക്കുന്നു. ഈ ആയത്തിറങ്ങാൻ കാരണം ജൂതന്മാർ നോമ്പായാൽ അവർ ഭാര്യമാരെ അടുപ്പിക്കുകയേയില്ല. അപ്പോൾ അതിൽ നിന്ന് വ്യത്യാസമായിട്ടാണ് അള്ളാഹു പറയുന്നത്, നമ്മളെ നോമ്പിന് ഭാര്യമാരെ രാത്രി നമുക്കവരുമായിട്ട് സഹവസിക്കാം എന്നാണ് അള്ളാഹു മുസ്ലിമീങ്ങളെ പഠിപ്പിക്കുന്നത്. അതാണ് അള്ളാഹു പറഞ്ഞത്. വഹില്ല ലക്കും ലൈലത്തസ് സിയാമി റഫദു ഇലാ നിസാഇകും. നോമ്പിൻ്റെ രാത്രിയിൽ നിങ്ങളുടെ ഭാര്യമാരുമായി സഹവസിക്കുവാൻ നിങ്ങളെ ഇതാ അനുവദിച്ചിരിക്കുന്നു. അള്ളാഹു അനുവദിച്ചിരിക്കുകയാണ്. ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുന്ന. അവർ, ആ ഭാര്യമാർ നിങ്ങളുടെയും നിങ്ങൾ അവരുടെയും വസ്ത്രമാണ്. അലിമല്ലാഹു അന്നകും കുൻതും തഖ്താനൂന അൻഫുസകും. സ്വന്തം ദേഹങ്ങളോടുള്ള ബാധ്യതയിൽ നിങ്ങൾ അനീതി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് അള്ളാഹു ഗ്രഹിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫതാബ അലൈക്കും വഅഫാ അൻകും. പക്ഷേ
അള്ളാഹു ശിക്ഷാ നടപടികളെടുക്കാതെ നിങ്ങളുടെ തെറ്റുകൾക്ക് മാപ്പ് നൽകുകയും പൊറുക്കുകയും ചെയ്തിരിക്കുന്നു കേട്ടോ. അന്നത്തെ ആൾക്കാർ റമദാൻ മാസമായാൽ രാത്രിയായാലും പകലായാലും ഭാര്യമാരെ അടുപ്പിക്കാറില്ല. അത് കൂടുതലും ഈ ജൂതന്മാരാണ്. അത് കണ്ട് മുസ്ലിമീങ്ങളും ഇതുപോലെ അവരുടെ ശരിയെ പിൻപറ്റാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ ആയത്തിറങ്ങുകയും അള്ളാഹു ഈ മുസ്ലിമീങ്ങൾക്ക് താക്കീത് കൊടുക്കുകയും ചെയ്യുകയും. അവരുടെ വിശ്വാസം വേറെയാണ്, മുസ്ലിമീങ്ങളെ നമ്മളുടെ വിശ്വാസം വേറെയാണ്. അങ്ങനെ വേർതിരിച്ച് കാണിക്കുകയും കൂടിയാണ് ഇവിടെ ചെയ്യുന്നത്. ഫൽആന ബാശിറൂഹുന്ന വബ്തഗൂ മാ കതബല്ലാഹു ലക്കും വകുലൂ വശ്റബൂ ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബ്യദു മിനൽ ഖൈത്തുൽ അസ്വദി മിനൽ ഫജ്ർ. അതുകൊണ്ട് വെള്ളനൂല് കറുപ്പ് നൂലുമായി നിങ്ങൾക്ക് വേർതിരിച്ച് കാണുവാൻ കഴിയും വരേക്കും, അഥവാ പ്രഭാതം വരേക്കും മേലിൽ അവരുമായി സഹവസിച്ചു കൊള്ളുക. അള്ളാഹു പറയാം, വൈവാഹിക ജീവിതത്തിൽ അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചത് കാംക്ഷിക്കുകയും തിന്നുകയും കുടിക്കുകയും ചെയ്യുക. എത്ര ഉദാഹരണമാണ് പറഞ്ഞ്. വെള്ളനൂല് കറുപ്പ് നൂലും രണ്ട് നൂലും കൂടെ തിരിച്ചറിയാൻ പറ്റുന്ന സമയം, കറണ്ടും വെട്ടമൊന്നും ഇല്ലാതിരുന്നാലും കറുപ്പ് നൂലും വെള്ള നൂലും കൂടെ തിരിച്ചറിയാൻ പറ്റും. ഇത് കറുപ്പ് നൂലാണെന്നും ഇത് വെള്ള നൂലാണെന്നും തിരിച്ചറിയാൻ പറ്റുന്ന ആ പ്രഭാതം, അതുവരേക്ക് നിങ്ങൾക്ക് തിന്നുകയോ കുടിക്കുകയോ ഭാര്യമാരുമായി സഹവസിക്കുകയോ എന്ത് വേണോ ചെയ്യാം എന്നാണ് അള്ളാഹു പറയുന്നത്. ഒരു കുഴപ്പമില്ല. ثم أتموا الصيام إلى الليل ولا تباشروهن وأنتم عاكفون في المساجد. പിന്നീട് പ്രഭാതം മുതൽ രാവ് ആരംഭിക്കുന്നത് വരേക്കും, ആ പ്രഭാതം മുതൽ മഗ്‌രിബിന്റെ സമയം വരേക്കും നോമ്പ് പരിപൂർണമായി അനുഷ്ഠിക്കുകയും ചെയ്യുക. എന്നാൽ പള്ളികളിൽ ഉപാസന ഇരിക്കുമ്പോൾ നിങ്ങൾ ഭാര്യമാരുമായി സഹവസിക്കരുത് കേട്ടോ. പള്ളിയിൽ ഇഅ്തികാഫ് ഉപാസന ഇരിക്കുമ്പോൾ രാത്രിയായാലും പകലായാലും നമ്മൾ ഭാര്യമാരുമായിട്ടൊന്നും സഹവസിക്കുക. നമ്മളുടെ വീട്ടിലാണിതൊക്കെ നമുക്ക് അള്ളാഹു അനുവദിച്ചിട്ടുണ്ട്. പള്ളിയിൽ ഇഅ്തികാഫും ഉപാസനയൊക്കെ ഇരിക്കുമ്പോൾ നമുക്കത് പാടില്ല. തിൽക ഹുദൂദുല്ലാഹി ഫലാ തഖറബൂഹാ. ഈ വിധികൾ അള്ളാഹുവിൻ്റെ പരിധികളാകുന്നു. ഈ പരിധികളെ ലംഘിക്കുവാനായി നിങ്ങൾ സമീപിക്കുക പോലും ചെയ്യരുത് കേട്ടോ. ഇതെല്ലാം അള്ളാഹുവിൻ്റെ വിധികളാണ്. അതുകൊണ്ട് ഈ വിധികളെയൊന്നും നിങ്ങൾ ലംഘിക്കാനേ പോകരുത്. ലംഘിക്കുക മാത്രമല്ല, അതിനെ സമീപിക്കുക പോലും ചെയ്യരുത്. കദാലിക യുബയ്യിനുല്ലാഹു ആയാതിഹി ലിന്നാസി ലഅല്ലഹും യത്തഖൂൻ. മനുഷ്യർ സൂക്ഷിക്കുവാനാണ് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ അവൻ അവർക്ക് ഇങ്ങനെ വ്യക്തമാക്കി കൊടുക്കുന്നത് കേട്ടോ. സ്വദഖല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات ربنا رب ارحمهما كما ربياني صغيرا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على محمد صلى الله عليه وسلم.
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്തുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.